പുസ്തകം തുറന്നു 2-3 ലൈൻ വായിച്ചു. പിന്നെ മനസ്സ് എവിടെയോ പോയി. കൗമാരക്കാരുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണിത്. ഈ പ്രായത്തിൽ ബ്രെയിൻ വളരുകയാണ്. ഇമോഷൻ ബട്ടൺ സൂപ്പർ ഫാസ്റ്റിലാണ്, കൺട്രോൾ ബട്ടൺ സ്ലോ ലോഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മനസ്സ് എല്ലായിടത്തും കണക്റ്റാണ്. ഫ്രണ്ട്സ്, ഡ്രീംസ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ. ശ്രദ്ധ തെറ്റുന്നതൊരു വീക്ക്നെസ് അല്ല, അവർ പവർഫുൾ ആകുന്ന വഴിയിലാണ്. ഇനി എങ്ങനെ ശ്രദ്ധയെ കൊണ്ടുവരാം? ഒരു സിമ്പിൾ ടെക്നിക്, പോമഡോറോ ടെക്നിക്. ഇതൊരു ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. 25 മിനിറ്റ് ഫുൾ ഫോക്കസ് പ്ലസ് 5 മിനിറ്റ് ബ്രേക്ക്. ആദ്യം ഒരു ടാസ്ക് സെലക്ട് ചെയ്യുക. ഒരു പാഠഭാഗം തീർക്കുന്നതാകാം. ടൈമർ 25 മിനിറ്റ് സെറ്റ് ചെയ്യുക. മൊബൈൽ മാറ്റി വയ്ക്കുക. ഫുൾ ഫോക്കസ് ടാസ്കിലായിരിക്കണം. ടൈമർ മുഴങ്ങുമ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. നടക്കുക, വെള്ളം കുടിക്കുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഇത് ആവർത്തിക്കുക. ഇനി പഠിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് എങ്ങനെ, എന്തിന്? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നുകൂടെ നമ്മൾ മനസ്സുണരും. കൂടുതൽ ശ്രദ്ധ അതിൽ വരുവാനും സാധിക്കും. മറ്റൊന്ന്, മൊബൈൽ മാറ്റി വയ്ക്കുക. പഠിക്കുന്ന സമയത്ത് കണ്ടാലല്ലേ എടുക്കാൻ തോന്നുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ? ഈ ടെക്നിക്കിൻ്റെ ഗുണങ്ങൾ: പ്രോക്രാസ്റ്റിനേഷൻ കുറയും, ഓവർ തിങ്കിങ് കുറയും, ബ്രെയിൻ കൂടുതൽ സമയം വർക്ക് ചെയ്യും, അതുപോലെ ചെറിയ സമയത്ത് വലിയ ഔട്ട്പുട്ട് ലഭിക്കും. ഇനി ഇത് ഉപകാരപ്രദമായിട്ടുള്ളത് എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക്, ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക്, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് ഫിറ്റാണ്. സോ 25 minutes focus can change your life. Thank you.